ഇപ്പൊ എൻകെയുടെ വീട്ടിലാണ് അവന്റെ അമ്മ അവനെ പിടിച്ചിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവര് വാങ്ങിച്ചേക്കുന്ന ഫേസ് മാസ്ക് ഒക്കെ നല്ലതാണോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതേസമയം ഇവന് പ്രശ്നമായിട്ട് യൂഷയാണ് ഈ വെക്കേഷൻ ഷൗഷിങ്ങായിട്ട് ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഇവളുള്ള സ്ഥലത്തേക്ക് വരും. അങ്ങനെ ഷൗഷിന്റെ കൂട്ടുകാരെ കണ്ടിട്ട് അവളുടെ വീട് എവിടെന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് അവളാണ് അവസാനം വരെ ഷൗഷിന്റെ വീട് പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോഴാണ് അവന് ഷൗഷിന്റെ അച്ഛന്റെ കട എവിടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നേരിട്ട് അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്യും. അങ്ങനെ ഇവളെ അച്ഛനും ഷൗഷിന് വല്ല ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് അങ്ങ് പറഞ്ഞയക്കാതെ കടയിൽ തന്നെ ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയം നോക്കി യൂഷ അവിടെ വന്നുടനെ ഇവനെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഷൗഷ് മൊത്തം ഷോക്കായി പോകും. അങ്ങനെ അച്ഛന് ചുമ്മാതി സംശയം എന്ന് പറഞ്ഞ് ഇവൻ ഇവിടുന്ന് പോകാൻ പറയുമ്പോഴാണ് അവനാണ് ഇവിടുന്ന് പോകണമെങ്കിൽ കുറച്ച് സമയം ഇവന്റെ കൂടെ ഷൗഷ് സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. ഇതുകൊണ്ട് ഇവനെ പറഞ്ഞയക്കാൻ വേണ്ടി അവൾ അവിടുന്ന് അവന്റെ കൂടെ പോകുമ്പോഴാണ് ഇതേ സമയം അച്ഛൻ കണ്ടിട്ട് മൊത്തം സംശയപ്പെടും ഇനി ഇവൻ വല്ലായിരിക്കും ആ ലൈൻ എന്ന് പറഞ്ഞ്. അങ്ങനെ യൂഷയും ചുമ്മാ ഇരിക്കാതെ ഇവളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് എൻകെ വെറുപ്പിക്കാൻ വേണ്ടി അവൻ കുറെ ഇങ്ങനെ സെൻഡ് ചെയ്തങ്ങ് വിടും. അപ്പോഴാണ് ഇതേ കണ്ട് എൻകെയും ദേഷ്യത്തി പെട്ടെന്ന് ഷൗഷിനെ ഫോൺ വിളിക്കും. അങ്ങനെ അവള് സന്തോഷത്തിൽ അവനായിട്ട് സംസാരിക്കാൻ വരുമ്പോഴാണ് അവന് ഫോൺ നേരെ യൂഷയുടെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. കാരണം ഈ നാട്ടിൽ എത്തിയിട്ട് എന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ അത് മോശമെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും അവിടേക്ക് വിളിച്ചെടുത്തുമ്പോഴാണ് അവൻ വിളിച്ച വേറൊന്നിനല്ല അവന്റെ അമ്മ തരുന്ന ഫേസ് മാസ്ക് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയാ. കാരണം എന്നാലേ അവന് ഇവര് പുറത്തിറങ്ങുന്ന തടയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നതിന് 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ അവന്റെ കൂടെ അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് അതേസമയം അമ്മയും യൂഷയുടെ സംസാരം കണ്ടിട്ട് അവനും ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ഈ ചാൻസ് മുതലെടുത്ത് യൂഷയും നമ്മളിനി വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്ന മുമ്പേ അവന്റെ അമ്മയെ ഹഗ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ എനിക്കൊക്കെയാണ് ഇവൻ ആരാ മോൻ എന്നറിയാം. അതുകൊണ്ട് അവന്റെ അമ്മയെ സുരക്ഷയായിട്ട് നോക്കിയിട്ട് നിന്റെ ഹഗ്ഗൊന്നും ഇവിടെ ആവശ്യമില്ലെന്ന് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കും. അങ്ങനെ യൂഷ ഇവിടെ വന്ന തന്നെ ഈ ഒരു ദിവസം അവളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാ. അതുകൊണ്ട് അവൻ ഇന്ന് തന്നെ തിരിച്ചു പോകും. അങ്ങനെ ഇവനെ കൊണ്ടായിട്ട് അവരുടെ ഒരുമിച്ച് വന്നിട്ട് ചെറുതായിട്ട് യൂഷയ്ക്ക് അപ്സെറ്റ് ആകും. അതേസമയം ഇവിടെ ടങ് ആണ് അവൾ ആഗ്രഹിച്ച കോളേജ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അവളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. പക്ഷെ എനിക്ക് അല്ലാതെ ഒറ്റയ്ക്ക് ഇപ്പൊ ആദ്യമായിട്ട് വായിക്കുന്നുണ്ട്. അവൾ മൊത്തത്തിൽ പേടിച്ചുറച്ചു പോകും. അങ്ങനെ അവൾ ആ മത്സരത്തിൽ തോറ്റുപോകുമ്പോഴാണ് ഈ കാര്യം ഒന്ന് എനിക്ക് അറിയേണ്ടെന്ന് അറിഞ്ഞ് അവൾ അതെല്ലാം മറച്ചു വയ്ക്കും. അങ്ങനെ ഹോളിഡേസ് എല്ലാം കഴിഞ്ഞ് ഇവെല്ലാം തിരിച്ച് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ടങ് ആണ് എനിക്ക് കണ്ടിട്ട് അവൾ കോമ്പറ്റീഷന് ജയിച്ചെന്ന് പറഞ്ഞ് കള്ളം പറയും. കാരണം എന്നാൽ മാത്രമേ ഇവന്റെ കൂടെ ട്രെയിനിങ് ചെയ്യാനുള്ള അവസരം കിട്ടത്തുള്ളെന്ന്. അങ്ങനെ ഇത് വിശ്വസിച്ച് അവൻ അടുത്ത ഫൈനൽ റൗണ്ട് ജയിക്കണം എന്ന് പറഞ്ഞ് കൂടെ ചേർന്ന് പിയാനോ വായിച്ചോണ്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. ഇതേസമയം ഷൗഷിങ് ആണ് എനിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവന് ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവന്റെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ഇവൾ നേരിട്ട് വീട്ടിൽ ചെന്നാലും അവിടെ അവൻ കാണത്തില്ല. കാരണം ഈ സമയമൊക്കെ അവൻ ടങ്ങിനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുക. അതിനുശേഷം ഷൗഷിങ് അവൻ എവിടാന്നറിഞ്ഞ് അവനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇതേസമയം എനിക്ക് സത്യമില്ല മനസ്സിലാവും ഇവൾ ആ കോമ്പറ്റീഷനിൽ തോറ്റ കാര്യമൊക്കെ. പിന്നെ എന്നിട്ട് ഇവനോട് കള്ളം പറഞ്ഞെന്ന് അവനും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവന്റെ കൂടെ പെയറായിട്ട് വായിച്ചാല് അവൾക്ക് ധൈര്യം കിട്ടുന്നുള്ളെന്ന് പറയും. അതുകൊണ്ട് ഇവളുടെ കൂടെ പിയാനോ വായിക്കാൻ പറഞ്ഞെന്ന് അവനെ ഹഗ് ചെയ്യുമ്പോഴാണ് ഇതേസമയം അവിടേക്ക് വരുന്ന ഷൗഷിങ് ഇത് കണ്ടിട്ട് അവൾ മൊത്തം ഷോക്കാവും. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് എനിക്ക് അവളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവൻ പുറത്തേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് ഷൗഷിങ് ഇവിടെ വന്ന കാര്യമൊക്കെ അവൻ അറിയുന്നത്. അങ്ങനെ അവൻ അവളെ വിളിച്ച് സമാധാനപ്പെടുത്താൻ നോക്കിയാലും അവളാണ് എൻകെയുടെ ഫോട്ടോയൊക്കെ അവന്റെ കൂട്ടാന്റെ ഫേസ് ഒട്ടിച്ച് വെച്ചിട്ട് അവനോടുള്ള ദേഷ്യമൊക്കെ ഇവിടെ തീർത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം അവനും ഷൗഷിങ് ഇവിടെ കട്ട കലിപ്പില്ലെന്ന് പറഞ്ഞ് എൻകെക്ക് മെസ്സേജ് അയച്ചിട്ട് ഇവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തും. എൻകെ ടങ്ങിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇവളൊന്നും കാര്യമായിട്ട് എടുക്കാതെ അവൾ ഇപ്പോൾ ഉള്ള ദേഷ്യത്തി അവളുടെ തല ഇതൊന്നും കയറത്തില്ല. അതിനുശേഷം ഷൗഷിന്റെ കൂട്ടുകാരും ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വരുമ്പോഴാണ് അതേ റെസ്റ്റോറന്റിലായിരിക്കും യൂഷയും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ അവന് റെസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇവന്റെ അടുത്തുള്ള ഒരു വ്യക്തി ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവളെ സെറ്റാക്കാന്ന് അവൻ വേറെ കണ്ടൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ യൂഷയെ സൈഡിൽ നിന്ന് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അവൻ പുറത്തേക്ക് വരുമ്പം അവൻ അവിടെ ഷൗഷിന്റെ കൂട്ടുകാരെ കാണും. അങ്ങനെ അവളായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവൾ ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നേക്കുവന്ന്. പക്ഷെ അബദ്ധവശ ഇവള് ഡേറ്റ് ചെയ്യാൻ വന്നപ്പോൾ വേറെ ആരുമല്ല ഇവ റെസ്റ്റ് റൂമിൽ വെച്ച് കണ്ട ആ ഫ്രോഡാണ്. പക്ഷെ ഈ കാര്യം ഇവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെ ഇതിന് സഹായിക്കണമെന്ന് അവൻ വീണ്ടും ആ റെസ്റ്റോറന്റിൽ ചെന്നിരിക്കും. അങ്ങനെ മറ്റവനും അവൾ എങ്ങനെയൊക്കെ വളച്ചിടാൻ നോക്കുമ്പോഴാണ് ഇവരുടെ അടുത്തിരുന്നോണ്ട് തന്നെ യൂഷ അവനൊരു മോശമായ വ്യക്തിയാന്ന് അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ ഇതൊന്നും അവൾക്ക് മനസ്സിലാവാതെ യൂഷയെ മൈൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് ഇവ ഇന്നസെന്റിനെ പോലെ കുറെ സംസാരിക്കാൻ നോക്കിയാലും യൂഷ മൊത്തം ഡാമേജ് ചെയ്തങ്ങിടും. അതോടെ അവനൊരു ഫോൺ കോൾ ഒന്ന് അവിടെ നിന്ന് പോകുമ്പോഴാണ് കൂട്ടുകാരിയും ദേഷ്യത്തി ഇവനിപ്പോ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് യൂഷയും ഇവള് വിചാരിക്കുന്ന പോലെ അവൻ നല്ല വ്യക്തിയൊന്നുമില്ലെന്ന് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇവളാണ് നിന്നെക്കാര് ഫ്രോഡ് വേറെ ആരും കാണത്തില്ലെന്ന് അവന് മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം അവൻ അവിടെ നോക്കുമ്പോഴാണ് ഈ സമയം നോക്കി മറ്റവനും കൂട്ടുകാരും മൈക്കെടുക്കാൻ വേണ്ടി ഒരു ഗുളിക എടുത്ത് ആ ചായക്കകത്ത് മിക്സ് ചെയ്യും. അങ്ങനെ അതെടുത്ത് അവൾ കുടിച്ച ഉടനെ പെട്ടെന്ന് അവൾക്ക് ബോധം പോകുന്ന പോലെയാകും. അങ്ങനെ ഇത് മുതലെടുത്ത് അവനും അവളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതറിഞ്ഞ് യൂഷ അവരെ ഫോളോ ചെയ്തൊന്ന് ആ മറ്റവനെ പിടിച്ചടിച്ചിട്ട് കൂട്ടുകാരി അവിടെ നിന്ന് രക്ഷിക്കും. അതിനുശേഷം അവന് സമാധാനത്തിൽ അവളെ അവന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവസാന കൂട്ടുകാരിയും ഇവൻ പറഞ്ഞെന്ന് കേൾക്കാതെ വെറുതെ അവനോട് വീണ്ടും സംസാരിക്കാൻ പോയെന്ന് അവൾ മൊത്തത്തിൽ വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ അത് കാരണം ഇപ്പൊ എത്ര വലിയ കാര്യം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ ഫീൽ ചെയ്യുമ്പോഴാണ് എന്തായാലും അബദ്ധവശം ഒന്നും സംഭവിച്ചില്ലെന്ന് യൂഷ അവളെ സമാധാനപ്പെടുത്തും. ഇതേസമയം ഇവിടെ കൂട്ടുകാരനാണ് ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ഷൗഷിങ് ഇവിടെയുള്ള കാര്യം എനിക്ക് വിളിച്ചു പറയും. അതുകൊണ്ട് എനിക്ക് അവിടെ
അവിടേക്ക് വന്ന ഉടനെ ഷൗഷിങ് അവനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നൈസിന് കൂട്ടുകാരനും അവനൊരു ബിസി ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം എനിക്ക് അവളെ സമാനപ്പെടുത്തി ടങ് അവൻ പിയാനോ വയ്ക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് അവനുള്ള സത്യത്തിൽ എടുത്തു പറയും. അപ്പോഴാണ് അവസാനം ഷൗഷിങ് സമാധാനമാകുന്നത് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. അങ്ങനെ അവൾ ആ വാങ്ങിച്ചോണ്ടെന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് കൂട്ടുകാരും കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞ് അവൾ നേരിട്ട് വരാൻ വേണ്ടി പറയും. അങ്ങനെ നടന്ന കാര്യമൊക്കെ ഷൗഷിങ്ങിനോട് പറഞ്ഞിട്ട് യൂഷ്യ മാത്രമില്ലെങ്കിൽ അവൾക്ക് വല്ല അബദ്ധം പറ്റിയെന്ന് പറയും. അതുകൊണ്ട് അവൾ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ അവൾക്ക് യൂഷ്യയോട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോഴാണ് ഇതേട് ഷൗഷിങ് ഷോക്കായി നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കൂട്ടുകാർ ചോദ്യം ചെയ്യും. കാരണം യൂഷ്യ ഇവളുടെ പുറകെ വന്നാലും അവനൊരു മോശമായ വ്യക്തിയാന്ന് ഇവളായിരിക്കും സ്ഥിരം പറഞ്ഞോണ്ട് നടന്ന് ഇപ്പൊ അവൾ തന്നെ സ്നേഹത്തിൽ വീണോന്ന് ഷൗഷിങ് ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ അത്രയ്ക്ക് മോശമായ വ്യക്തിയാന്നല്ലെന്ന് കൂട്ടുകാർ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അന്ന് രാത്രി യൂഷ്യയെ പഞ്ഞിക്കിടാൻ വേണ്ടി മറ്റേ കുറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരും. അങ്ങനെ യുവമാരെല്ലാം കൂടെ അവനടിച്ച് പൊട്ടിക്കുമ്പോഴാണ് ചെറിയൊരു മുറിവോടെ യൂഷ്യ അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്നാലും അളിയന്റെ കൈയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഈ കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് ഷൗഷിനെ വിളിച്ചു പറയുമ്പോഴാണ് അവളാണ് എനിക്കായിട്ട് നേരിട്ട് അവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് മമ്മി പോലും ഒരുത്തിനെ പൊതിഞ്ഞു വെച്ചേക്കുന്നുണ്ട്. ഇവരുടെ ഷോക്കാകുമ്പോൾ പുറയുന്ന ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് യൂഷ്യ അവരെ വിളിക്കും. അപ്പോഴാണ് ഷോക്കായ ഇവര് രണ്ട് യൂഷ്യയെ കണ്ട ഉടനെ ഡബിൾ ഷോക്കാവും. പിന്നെയാണ് ഇവർ സത്യം അറിയുന്നത് ആ പേഷ്യന്റ് വേറെയാണ്, രണ്ടുപേർക്ക് ഒരേ ഡ്രസ്സ് തന്നേ ഉള്ളു. അതിനെ ശിവന്റെ അവസ്ഥ കണ്ടിട്ട് ഷൗഷങ്ങും അവളുടെ കൂട്ടുകാരോട് വിളിച്ചറിയിട്ടെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴാണ് അവനാണ് ഈ കാര്യം അവളെ അറിയിക്കണമെന്ന് അറിയും. കാരണം ഇവനെ അവന്മാരെ കഴിച്ച കാര്യം അറിഞ്ഞ പിന്നെ അവള് കാരണം സംഭവിച്ചെന്ന് അവൾ മൊത്തത്തിൽ വിഷമിച്ചു പോകും. അതുകൊണ്ട് അവനതൊന്നും പറയേണ്ടെന്ന് ഷൗഷിനോട് പറഞ്ഞിട്ട് ഇവനെ നോക്കാൻ ആരില്ലാത്തോണ്ട് അവളെ തന്നെ ഇവിടെ നിൽക്കാൻ പറയും. അപ്പനാണ് ഇത് കേട്ട് എനിക്കും ഷൗഷിങ് എന്തിനാ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നൈസിന് ഷൗഷിങ് അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ട് അവൻ യൂഷയുടെ കൂടെ നിൽക്കും. അതിനുശേഷം യൂഷി കഴിക്കാനുള്ള ഫ്രൂട്ട്സും എനിക്കായിരിക്കും എടുത്ത് കഴിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് യൂഷ്യൻ ദേഷ്യത്തി എനിക്ക് കിട്ടിയ ചാൻസ് നീ കൊളവാക്കിയെന്ന് പറഞ്ഞ് അവ എനിക്ക് കുറെ ജോലി ചെയ്യിപ്പിക്കും. അങ്ങനെ ആപ്പിളൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് തരാൻ പറയുമ്പോഴാണ് ഇവനത് ക്ലീൻ ചെയ്ത് കൊടുത്താലും ഇപ്പൊ കഴിക്കാൻ മൂടില്ലെന്ന് അവ എനിക്ക് വെറുപ്പിക്കും. അങ്ങനെ ബാത്റൂമിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും ഇവ എനിക്കയുടെ സഹായം ആവശ്യപ്പെടുമ്പോഴാണ് അവസാനം വരെ എനിക്ക് അവന്റെ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്ത് വയ്ക്കും. പക്ഷെ അടുത്ത ദിവസം ആകുമ്പോഴേക്കും കൂട്ടുകാരിക്ക് എല്ലാം സത്യം അറിഞ്ഞിട്ട് അവൾ നേരിട്ട് അവനെ കാണാൻ വേണ്ടി അവിടേക്ക് വരും. എന്നിട്ട് അവൾ ഇവളോട് നിന്നെ സത്യം മറച്ചു വയ്ക്കാൻ പറഞ്ഞെന്ന് അവനോട് ചൂടാകുമ്പോഴാണ് അവനെ കുറിച്ച് ഇവള് വിഷമിക്കേണ്ടെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അവളൊന്നും കേൾക്കാതെ ഇപ്പൊ തൊട്ട് കൂടെ നിന്ന് അവൾ നോയിക്കോളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് എനിക്കും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവ ഷൗഷിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളും ടാങ്ങിനൊക്കെ സംശയപ്പെടുന്നുണ്ട്. അവസാനം വീണ്ടും തീരുമാനം എടുക്കും ഒന്നും കൂടെ അവൾ പ്രപ്പോസ് ചെയ്യാൻ. അങ്ങനെ അതിനെ അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോകുമ്പോൾ ഇവൻ ആ ചാൻസ് യൂസ് ചെയ്ത് അവളുടെ തോളിലേക്ക് കൈയിടാൻ വേണ്ടി പോകും. പക്ഷെ ഷൗഷിങ്ങാണ് ഫ്രണ്ട് ഒരു കപ്പിൾ കിസ് ചെയ്യുന്നിട്ട് ഇവിടെ ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ടായിട്ടും ഇവരെങ്ങനെ കിസ് ചെയ്യുന്നതെന്ന് അവൾ നാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലാവുന്നത് തിയേറ്റർ ഇരുട്ടാണെങ്കിലും ക്യാമറയ്ക്കകത്തെല്ലാം റെക്കോർഡ് ആവുന്നു. അതുകൊണ്ട് അവൻ ആ പ്ലാൻ അവോയ്ഡ് ചെയ്തിട്ട് അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന സമയത്ത് അവളോട് തുറന്നു പറയാൻ തീരുമാനം എടുക്കും. അങ്ങനെ അവസാനം ഹോസ്റ്റലിൽ എത്തുമ്പോഴാണ് അവിടേക്ക് ഇവളുടെ കോച്ച് വന്നോടെ എനിക്കൊക്കെ ആ അവസരം പോയി. എന്നിട്ട് അവന് മെസ്സേജ് അയച്ചെങ്കിലും അവൾ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവൻ ഗൂഗിളിൽ തപ്പി റൊമാൻറ്റിക് ആയിട്ട് ഒരു പിക്കപ്പ് ലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൾ ആ മെസ്സേജ് കണ്ടിട്ട് ഇതൊക്കെ കൊച്ചുള്ളവർക്കെല്ലാം അറിയാന്ന് അവനെ ഡാമേജ് ചെയ്തങ്ങിടും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇനി ഈ സമയത്ത് പ്രപ്പോസ് ചെയ്താൽ നമ്മുടെ വില മൊത്തത്തിൽ പോകുന്നു. അവൻ വീണ്ടും വേറെ രീതി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ക്യാൻറ്റീനിലായിട്ട് ഡിന്നറൊക്കെ വെച്ച് അവന്റെ വീട്ടിലെ ലൈറ്റ് അടിച്ചോ എന്ന് പറഞ്ഞ് ഷൗഷിങ്ങിനെ അപ്പം തന്നെ വിളിച്ചു വരുത്തും. പക്ഷെ ഇവൾക്കറിയത്തില്ല ഇവൻ വിളിച്ചത് ക്യാൻറ്റീനിലായിട്ട് ഡിന്നറിനാണ്. അങ്ങനെ അതുകൊണ്ട് അവൾ വന്ന സ്പീഡിൽ തന്നെ ആ ലൈറ്റ് ശരിയാക്കാൻ പോകുമ്പോഴാണ് ഇവനാണ് അവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരുന്ന. പക്ഷെ ഇവൾ വന്നപ്പോൾ തന്നെ ടൂൾസ് വയ്ക്കുന്നുണ്ട്. ഇവൻ ഐസിനെ അതൊക്കെ ഒളിച്ചു വയ്ക്കും. അങ്ങനെ അതിനുശേഷം അവളുടെ കൂടെ ചേർന്ന് അത് ആദ്യം ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴെങ്കിലും അവളെ വിളിച്ചോണ്ട് കഴിക്കാൻ പോകുന്ന അവൻ തയ്യാറായിട്ട് നിൽക്കും. പക്ഷെ അവളാണ് ധൃതിയായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് എനിക്കും ഉള്ള എല്ലാ ചാൻസ് പോകുന്ന അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് പുറത്തേക്കൊന്ന് ഷൗഷിങ്ങാണ് ആലോചിച്ച് നോക്കും ഇവൾ ചെയ്ത മൊത്തത്തിൽ മണ്ടത്തരാന്ന്. കാരണം അവൾക്ക് മനസ്സിലായി ഇവൻ ഇവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനല്ലേ വിളിച്ചെന്ന്. പക്ഷെ എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വന്നത് കുറച്ച് മോശമായി പോയെന്ന് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എനിക്കാണ് അവസാനം ഒരു തീരുമാനം എടുക്കും ഇപ്പൊ പ്രപ്പോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ ആ ധൈര്യം കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് ഇതാ ചാൻസ് എന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ അവളെ ഫോളോ ചെയ്ത് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവള് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൻ ഓടിച്ചെന്ന് അവൾ ഹഗ് ചെയ്തിട്ട് നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ പ്രണയത്തിൽ വീണുപോയി ഷൗഷു എന്ന് പറഞ്ഞ് അവൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ഇത് കേട്ടതോടെ അവൾ മൊത്തത്തിൽ ഷോക്കായി പോകും. ഇനി ഇതുപോലെ സ്വപ്നമാണെന്ന് പറഞ്ഞ് അതിനുശേഷം എനിക്ക് ഷൗഷിനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളാണെ മൊത്തത്തിൽ നാണിച്ചിരിക്കും. പ്രപ്പോസ് ചെയ്തിട്ട് ഇവൻ എന്തിനാ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന്. അപ്പോഴാണ് അവനും ഈ സമയത്ത് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ് അവളെ ബെഡിൽ ചെന്ന് കിടക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവന് സോഫയിൽ ചെന്ന് നടന്നുറങ്ങുമ്പോഴാണ് ഇതിനായിരുന്ന വീട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞ് അവൾ കുറെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി കാണും. അങ്ങനെ ഇവൻ ഇഷ്ടമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ അവൾക്ക് ഉറക്കാൻ വരാതെ മൊബൈലെടുത്ത് നോക്കാൻ പോകുമ്പോഴാണ് അത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ അതിനുശേഷം അവളും എനിക്ക് ഉറക്കാൻ വരാത്തോണ്ട് ഞാൻ മൊബൈൽ എടുക്കാൻ വന്നതെന്ന് അവനോട് പറയുമ്പോഴാണ് പെട്ടെന്ന് അവന് ചെറുതായിട്ട് അവൾ കിസ് ചെയ്തിട്ട് ഉറക്കത്തിനുള്ള ഗുളിക വന്നെന്ന് അവൻ പറയും. പക്ഷെ
പക്ഷെ അവൾക്കാണ് ഉള്ള ഉറക്കവും പോയി. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ TV ഓൺ ചെയ്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവർ രണ്ടും ഒരുമിച്ച് കോളേജിൽ ചെല്ലുമ്പോഴാണ് ഷൗഷുങ് ആദ്യമായിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവൾക്ക് ഇത് അത്രയ്ക്ക് ശീലിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് എനിക്കും പറയുന്നേട്ടാ ഇതിനു മുമ്പ് കുറെ പെമ്പിള്ളേർ ഡേറ്റ് ചെയ്തപോലെയാണെന്ന് അവളെ തിരിച്ച് കളിയാക്കും. അങ്ങനെ അതിനുശേഷം ക്ലാസ് സമയത്ത് വെച്ചും ഇൻട്രോൾ സമയത്തെല്ലാം നമ്മുടെ എനിക്ക് ഷൗഷുങ്ങായിട്ട് റൊമാൻസ് ചെയ്യുമ്പോഴാണ് അവളാണ് മൊത്തത്തിൽ ഷൈയാകും. എനിക്ക് ബോയ് ഫ്രണ്ട് ആയതോടെ ആ ഫുള്ള് റൊമാൻറ്റിക് ആയി തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്നതിനെ കണ്ട് അവളുടെ കൂട്ടുകാർ സഹിക്കാൻ പറ്റാതെ ഇവരുടെ റൊമാൻസ് ഒക്കെ സിംഗിൾസിനെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവള് ഷൗഷിനെ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ കോളേജ് ആനിവേഴ്സറിക്ക് സാറ് എനിക്കും ബാക്കി എല്ലാവരും കൂടെ പെർഫോമൻസ് ചെയ്യാൻ പറയുമ്പോഴാണ് എനിക്ക് ടങ് കൂടെ ചേർക്കും. പക്ഷെ അവളാണ് ഒറ്റയ്ക്ക് പിയാനോ വായിക്കണം എന്നറിഞ്ഞ് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. പക്ഷെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അപ്പോഴും ടങ് അവൾക്ക് ആ സ്റ്റേജ് ഫിയർ കാരണം അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷൗഷിങ് ഈ കാര്യം അറിഞ്ഞിട്ട് അവളുടെ പേടി എങ്ങനെയൊക്കെ മാറണമെന്ന് അവള് വീട്ടിൽ ചെന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കും എങ്ങനെ ഒരാളുടെ സ്റ്റേജ് ഫിയർ മാറ്റുന്നതെന്ന്. അങ്ങനെ അതിനകത്ത് പറഞ്ഞ പോലെയൊക്കെ അടുത്ത ദിവസം തൊട്ട് ഇവള് ടങ്ങിനെ മാറ്റിയെടുക്കാൻ നോക്കുമ്പോഴാണ് അവൾക്കാണ് കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തോന്നത്തില്ല. അപ്പോഴാണ് ഷൗഷുങ്ങും ഇവളും കുറച്ചെങ്കിലും ട്രൈ ചെയ്താലേ ഈ പേടി മാറ്റിയെടുക്കാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ ഇവരുടെ എല്ലാ സഹായത്തോടെ ടങ്ങും ട്രെയിനിങ് ഒക്കെ ചെയ്ത് അവസാനം ആ പെർഫോമൻസിൽ പങ്കെടുക്കും. അങ്ങനെ ആനിവേഴ്സറിക്ക് ഇവരുടെ പെർഫോമൻസ് ആയിരിക്കും എല്ലാവരും ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ ജഡ്ജിമാരാണ് ഈ NKയുടെ ടീമിനെ അന്ന് കോമ്പറ്റീഷനിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തില്ലെന്ന് ചോദിക്കും. അങ്ങനെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് പ്രശ്നം വരുമ്പോഴാണ് സാറായിരിക്കും ആനിവേഴ്സറിക്കെങ്കിലും ഇവന്മാർ പാടിക്കോട്ടെ എന്ന് അവർക്ക് അനുവാദം വാങ്ങിച്ചിരുന്നത്. അങ്ങനെ ഷൗഷുങ് അവിടേക്ക് വന്ന് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആ കോൺഫിഡൻസോടെ തന്നെ ഇവരെല്ലാരും കൂടെ മാസായിട്ട് പെർഫോം ചെയ്ത് കാണിക്കും. അങ്ങനെ അതിനുശേഷം ഷൗഷുങ്ങും ടങ്ങിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ചും കൂടെ ക്ലോസ് ആകും. എന്നിട്ട് ഇപ്പൊ കോളേജിൽ ഷൗഷുങ്ങും എനിക്കും കൂടെ ഡേറ്റ് ചെയ്യുന്ന കാര്യം മൊത്തത്തിൽ പാട്ടാകും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ സീക്രട്ട് ആയിട്ടല്ലാതെ എല്ലാവരും അറിയത്തക്ക രീതിയിൽ ഇവർ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൈബ്രറി വെച്ച് എനിക്ക് ഷൗഷിങ്ങിന് പഠിപ്പിച്ചെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് കുറച്ച് സമയത്ത് തന്നെ കിടന്നുറങ്ങും. അങ്ങനെ ഇത് കണ്ട് അവനും പഠിപ്പിക്കുമ്പോൾ കിടന്നുറങ്ങുന്നെന്ന് പറഞ്ഞ് അവനൊരു മാർക്കർ എടുത്ത് അവളുടെ ഫേസ് മൊത്തത്തിൽ കുളവാക്കി അങ്ങ് വിടും. അങ്ങനെ അതിനുശേഷം അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ രണ്ട് പെമ്പിള്ളേര് ഷൗഷിന് എനിക്കൊക്കെ ഓവറാന്ന് പറഞ്ഞ് ഇവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഷൗഷിങ് കേട്ടിട്ട് അവൾ ഇവരുടെ ഫ്രണ്ട് ദേഷ്യത്തിൽ നിൽക്കും. പക്ഷെ അതിനുമ്പ് ഇവളെ കണ്ടുടനെ അവര് പേടിച്ചങ്ങ് പോകും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവളുടെ ഫേസിനകത്ത് എനിക്ക് കുളവാക്കി വെച്ചത്. അങ്ങനെ ആ ദേഷ്യത്തിൽ അവളിങ്ങനെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ വേറൊരു പെങ്കൊച്ച് എനിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കാണ് അവൾ അവോയ്ഡ് ചെയ്ത് പറഞ്ഞു വിടാനും നോക്കുന്നത്. ഇത് കണ്ട് ഷൗഷിങ്ങും ജലസായി അവള് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കൊക്കെ നടന്ന് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഷൗഷിന്റെ കൂട്ടുകാരൻ ഒറ്റയ്ക്കാണ്ടെന്ന് പറഞ്ഞ് അവനൊരു ലവറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ ജിമ്മിലേക്ക് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെ അതിനകത്ത് ഷൗഷിന്റെ കോച്ചും വരുമ്പോഴാണ് ഇത് കണ്ട് അവന് കുറെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അവന് ട്രെയിനിങ് ഒക്കെ നിർത്തിയിട്ട് ഇവൾ സിംഗിൾ ആണോ വല്ല ലവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് തന്നെ അന്വേഷിക്കും. അപ്പോഴാണ് ഇത് കേട്ട് കോച്ചും സിംഗിൾ ആണെങ്കിൽ ഇപ്പൊ എന്തോന്ന് പറഞ്ഞ് അവനോട് തർക്കിക്കും. അതോടെ കൂട്ടുകാരനും മൊത്തം സന്തോഷത്തിലാവും അവൻ ഇനി തൊട്ട് സിംഗിൾ അല്ലെന്ന്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം യൂഷയും ഒരു വെഡിങ് ഷൂട്ടിന് വേണ്ടി ഷൗഷിന്റെ കൂട്ടുകാരും വിളിച്ചോണ്ട് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ അതിനുവേണ്ടി അവന് ഷോപ്പിംഗ് ചെയ്യുമ്പോഴാണ് കൂട്ടുകാരായിരിക്കും ഇവൻ ഏത് ഡ്രസ്സാണ് ചേരുന്നതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഇവർ തമ്മിൽ റൊമാൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം അവളൊരു ഡ്രസ്സ് ചൂസ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് യൂഷയും അവൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനം എടുക്കും. അതേസമയം ഇവിടെ ഷൗഷിങ് ആണ് കുറെ തവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് കോച്ചും തൽക്കാലത്തേക്ക് അവളുടെ പ്രാക്ടീസ് ഒക്കെ മതി എന്ന് പറയും. പക്ഷെ അവൾ അത് കേൾക്കാതെ എന്നെ കൊണ്ട് ഇനി നല്ലോണം ത്രോ ചെയ്യാൻ പറ്റുമെന്ന് അവൾ വീണ്ടും ട്രൈ ചെയ്യുമ്പോഴാണ് അവളുടെ കൈ ചെറുതായിട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെ അതിനുശേഷം കോച്ച് അവളെ ക്ലീനിൽ ചെന്ന് കാണിക്കുമ്പോഴാണ് അവിടുത്തെ ഡോക്ടറും പറയും ഇവളുടെ കൈ ചെറുതായിട്ട് ഫ്രാക്ചർ ആയെന്ന്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവൾക്ക് റെസ്റ്റ് എടുക്കണം. പക്ഷെ അതിനുള്ളിൽ ഇവളുടെ കോമ്പറ്റീഷൻ വരും. ഇതോർത്ത് ഷൗഷിങ്ങും അവൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് ജീവിതത്തിൽ ജാവലിൻ ത്രോ ഇനി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷൻ അങ്ങ് മറന്നേക്കെന്ന് ആ ഡോക്ടർ ഇവൾ അഡ്വൈസ് ചെയ്യും. അതുകൊണ്ട് ഷൗഷിങ് ആ ദുഃഖത്തിരിക്കുമ്പോഴാണ് ഇവിടെ എനിക്കാണ് ഇവൻ ആഗ്രഹിച്ച മ്യൂസിക് കോളേജിൽ തന്നെ ഇവൻ അഡ്മിഷൻ കിട്ടും. പക്ഷെ അവിടെ പോയ ഷൗഷിനെ പിന്നെ കാണാൻ പറ്റത്തില്ലെന്ന് അവന് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം അവന് ഷൗഷിനെ മെസ്സേജ് അയച്ച് അവളുടെ കോമ്പറ്റീഷൻ അവൾ വിജയിക്കുന്നൊക്കെ ഇവ മോട്ടിവേഷൻ തരുമ്പോഴാണ് അവളാണ് അതൊക്കെ ഓർത്ത് മൊത്തത്തിൽ അപ്സെറ്റ് ആകും. കാരണം ഇവൻ ഇതുവരെ അറിയത്തില്ല അവളുടെ കൈ ഫ്രാക്ചർ ആയ കാര്യമൊക്കെ. അതുകൊണ്ട് അതിനെ ഓർത്ത് അവനും വിഷമിക്കേണ്ടെന്ന് ഇവളും പറയത്തില്ല. എന്നിട്ട് ഇപ്പൊ ഇവര് വെഡിങ് ഷൂട്ടിന് പോകുമ്പോഴാണ് ആ കല്യാണം വേറെ ആരുടെയും അല്ല യൂഷയുടെ അച്ഛന്റെ കല്യാണം. അതായത് അവന്റെ അച്ഛൻ രണ്ടാമതൊരു പെണ്ണിനെ മാരേജ് ചെയ്യാൻ പോവുക. അങ്ങനെ ഈ കല്യാണത്തിന് യൂഷിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവന്റെ അച്ഛൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം അവൻ അവിടേക്ക് വന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴാണ് അറിയാതെ കൂട്ടുകാരാണ് അവരുടെ ഡ്രസ്സിനകത്ത് ജ്യൂസ് അടിക്കും. അതുകൊണ്ട് ആ ലേഡിയും ദേഷ്യത്തി ഷൗഷിന്റെ കൂട്ടുകാരെ വഴക്കുറയുമ്പോഴാണ് ഇത് കേട്ട് യൂഷി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ ഇതാണ് അവന്റെ അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇവൾക്ക് വേണ്ടി നിന്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നുവെന്ന് അങ്ങേര് ചൂടാകുമ്പോഴാണ് യൂഷിയും കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.